നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ആം ആദ്മി പാർട്ടിയിലെ സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷകൾ വാടിക്കരിഞ്ഞു തുടങ്ങി. ആം ആദ്മി പാർട്ടിയിലെ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനം രാജിവെച്ചു. മന്ത്രിസ്ഥാനം മാത്രമല്ല, പാർട്ടി അംഗത്വവും അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നു. പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്നും ഈ സാഹചര്യത്തിൽ പ്രസ്ഥാനത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്നുമാണ് രാജിക്ക് കാരണമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മദ്യനയ കേസിൽ കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി എന്ന് മാത്രമല്ല, കെജ്രിവാൾ അനധികൃതമായി പണം വാങ്ങിയതിന് ശക്തമായ തെളിവുകളുണ്ടെന്നും ഹൈക്കോടതി രൂക്ഷ ഭാഷയിൽ അറിയിച്ചിരിക്കുന്നു. വളരെ സത്യസന്ധമായ മാർഗത്തിൽ അങ്ങനെ ആരംഭിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന അഴിമതിയും കോഴയും പൂർണ്ണമായി ഇല്ലാതാക്കി സാധാരണ ജനങ്ങൾക്കൊപ്പം അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടി എന്ന സന്ദേശവുമായി എത്തിയ പാർട്ടി ഇതാ കോടികളുടെ അഴിമതി ഇടപാടിൽ മുങ്ങി പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പകപോക്കലായോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കുവാനുള്ള മറ്റൊരു ഗൂഢതന്ത്രമായോ കാണുവാൻ സാധിക്കില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേന്ദ്രം ഭരിക്കുന്ന BJP ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കിയാൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയാകും. ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനെ, അതും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന ആളിനെ ഗൗരവമായ കാരണമില്ലാതെ ജയിലിലാക്കുവാൻ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ചാണക്യ ബുദ്ധി പ്രയോഗിക്കുന്ന BJP ഒരിക്കലും മുതിരില്ല. ആദർശങ്ങളിൽ നിന്ന് വഴിമാറി അധികാരത്തിൻ്റെ ലഹരി നുണഞ്ഞ് ഇന്ത്യയിൽ ആകമാനം AAP പ്രവർത്തന സജ്ജമാക്കി വരും കാലങ്ങളിൽ സഖ്യകക്ഷികളിൽ ചേർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വിലപേശുവാനുള്ള കെജ്രിവാളിൻ്റെ ഗൂഢതന്ത്രമാണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ സ്ഥാപക നേതാവായ അണ്ണാ ഹസാരയെ കരിമ്പിൻ ചണ്ടിയാക്കി തൻ്റെ സ്വന്തം ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ മാത്രം ചേർത്തിണക്കി മുന്നോട്ട് പോകുവാനുള്ള കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ, ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിവാക്കാതെ ഭരിക്കുവാനുള്ള വിഡ്ഢിശ്രമങ്ങൾ, തൻ്റെ സ്ഥാനം പോയാൽ ഭാര്യ എന്ന നാണം കെട്ട കുടുംബ രാഷ്ട്രീയ നീക്കങ്ങൾ ഒക്കെ ഇപ്പോൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ താറുമാറായിരിക്കുന്നു. പാർട്ടിയിലെ ദളിത് MLA-മാരെയും കൗൺസിലർമാരെയും മന്ത്രിമാരെയും അർഹമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജാതീയമായ ചേരിതിരിവുകൾ പാർട്ടിയിൽ ശക്തമായി നിലനിൽക്കുന്നു എന്നുമാണ് AAP-യിൽ നിന്നും രാജിവെച്ച രാജ്കുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി കടുത്ത പരാമർശങ്ങളോടെ തള്ളിയപ്പോൾ തന്നെ AAP എന്ന പാർട്ടിയുടെ അടിത്തറ ഇളകി തുടങ്ങിയിരുന്നു. ഏറ്റവും സുപ്രധാന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുടെ രാജിയും പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെയുള്ള ഒഴിയലും ആം ആദ്മി പാർട്ടി ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും അപ്രസക്തമാകുന്നതിൻ്റെ നേരടയാളങ്ങൾ തന്നെയാണ്. അഴിമതിരഹിതമായ സമത്വസുന്ദരമായ സ്വപ്നങ്ങൾ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ടായിരുന്നു. ഇതൊക്കെയും ഇരുളിൽ ആവുകയാണ്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.